എൻ്റെ പേര് ഷിജു ജോൺ. നമ്മളിത് 8ാമത്തെ വീഡിയോ ആണ് നമ്മളിത് എടുക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പേയാട് കാവടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് നമ്മൾ തേക്കിൽ ഉള്ള വർക്കാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അതായത് നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ട്, അലമാരയൊക്കെ വ്യത്യസ്തമായ, അതായത് പല വ്യത്യസ്തമായ അലമാരകൾ ഫുള്ള് അതായത് ഈ വീടിന്റെ മൊത്തം ഭാഗവും തേക്കാണ്. നമ്മൾ ഈ വീട് വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളത് വീഡിയോ എടുക്കണമെന്ന് താല്പര്യം തോന്നുകയും പിന്നെ ഉടനെ തന്നെ നമ്മൾ, അതായത് ഇന്നലെ വന്ന് വീട് കണ്ടു, ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ അറിയാം അതിന്റെ ഭംഗി നമുക്ക് കാണാം. അകത്തോട്ട് നമ്മൾ കയറിയാൽ നമുക്കറിയാം വിശാലമായൊരു ഹാളാണ് ഇതിനകത്ത്. ആ ഹാളും അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ നമ്മുടെ പടങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചെടികളും ചെറിയ ഫ്ലവറുകളും വയ്ക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് തേക്കിൽ പണി ചെയ്ത വീടാണ്. ഫുള്ള്, അതായത് എല്ലാ തടിയും ഇതിൽ തേക്കിൽ പണി ചെയ്ത വീടാണ്. പിന്നെ അവിടെ കാണുന്നത് പോലെ ചെറിയൊരു ലൈറ്റ് അത് കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ആ TV-യുടെ ഒരു സിസ്റ്റം ചെയ്തു. അതും ഫുള്ള് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ നോർമലി ഉള്ള ഇതാണ്. ഇത് അങ്ങനെയല്ല, ഫുള്ള് തേക്കിൽ, അതായത് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഒരു കാരണവശാലും എത്ര വർഷമായാലും ഇതൊന്നും ചെയ്യില്ല, അങ്ങനെ ഗ്യാരണ്ടി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് TV സ്റ്റാൻഡ്, ഇവിടെ നമുക്ക് സോഫ ഇടാനുള്ള സൗകര്യം, ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫസ്റ്റ് റൂമിലോട്ട് പോവുകയാണ്. ഈ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു റൂമാണ്. റൂമിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തേക്കിന്റെ ഒരു ലോകം തന്നെയാണെന്ന് പറയാം. കാര്യം തേക്ക് കൊണ്ടുള്ള നമ്മൾ സാധാരണ അലമാരകളിൽ സാധാരണ തേക്കൊന്നും വെക്കാറില്ല, എല്ലാവരും ഇപ്പൊ പ്ലൈവുഡിന്റെ സിസ്റ്റം ഒക്കെയാണ്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഫുള്ള് തേക്കാണ്. തേക്കില് പണി ചെയ്ത അലമാര, അത് പോയിട്ട് തന്നെ നമ്മളെ കബോർഡ് വർക്ക് കൊടുത്ത മുകളിലത്തെ വർക്കുകൾ, ഇതെല്ലാം തേക്കാണ്. തടിയിലൂടെ ഇത് ചെയ്തതാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിന്റെ ഫിറ്റിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ അതായത് ബാത്റൂമിന്റെ എല്ലാ സിസ്റ്റവും സെറേര കമ്പനിയാണ്. അതായത് ബ്രാൻഡഡ് സാധനമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ അതായത് ഈ നമ്മുടെ ഈ എല്ലാ സാധനം, അതായത് പൈപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം. നമുക്ക് അടുത്ത നമുക്ക് കിച്ചൺ, നമുക്ക് താഴത്തെ റൂമിലാണ് കിച്ചൺ ഉള്ളത്. നമുക്ക് അതിലോട്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് കാണാൻ സാധിക്കും. ഇതും തേക്കിൽ കൊണ്ട് ചെയ്തതാണ്. നമുക്ക് ഇവിടെ ചെറിയൊരു പത്രങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചെറിയൊരു ലിവിങ് ഏരിയ ഇവിടെ ഉണ്ട്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാനുള്ള വാഷ് ബേസും കാര്യങ്ങളും, ഇവിടെ തോർത്തിടാനുള്ള സംവിധാനം, ബാക്കി ക്രമീകരണങ്ങളെല്ലാം ലൈറ്റിന്റെ എല്ലാ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇതെന്ന് പറയാൻ നമ്മൾ സർവ് ചെയ്ത് നമുക്ക് വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ ഇത് ഗ്ലാസ് ടൈപ്പിലൊക്കെയാണ് നമ്മൾ പല വീടുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് അതിന് പകരം ഇവർ തേക്കും തടിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് എത്ര വർഷം ഇരുന്നാലും നമുക്ക് ഗ്യാരണ്ടിയാണ്. കാരണം ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചാൽ പൊട്ടിപ്പോവുകയോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ അറിയാം, ഈ പാത്രങ്ങൾ വയ്ക്കുവാനുള്ളതായാലും ചിമ്മിനി പോലെ നമ്മൾ പുകയെല്ലാം മുകളിലോട്ട് പോകാനും
മുകൾ ഭാഗങ്ങളിലെല്ലാം നമ്മൾ നോക്കുന്ന പോലെ തേക്കും തടി വെച്ചാണ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ തേക്കും തടി എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും തേക്കും തടി എന്ന് പറഞ്ഞാൽ എല്ലാ ഈ വീട്ടിന്റെ എല്ലാ തേക്കും തടിയാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ വളരെ മനോഹരമായ ഒരു വർക്ക് ഏരിയയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ അടുക്കളയിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ ഈ വെളിയിലോട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം കിണർ, പിന്നെ തുണി നനയ്ക്കാനുള്ള സംവിധാനം, മറ്റ് ക്രമീകരണം. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് ഇത് അങ്ങോട്ട് ഈ ചെടികൾ വല്ലതും നടുവാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ നിലയിലോട്ടാണ്. ഇവിടെ എല്ലാം മനോഹരമായി നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ചെറിയൊരു എന്തെങ്കിലും വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നമുക്ക് വയ്ക്കുവാൻ സാധിക്കും. ഇവിടെ ഈ നമ്മുടെ മുകളിലത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ വീട് 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. പിന്നെ നമ്മൾ 2 കാർ പാർക്ക് ചെയ്യേണ്ട സൗകര്യം ഇവിടെ ഉണ്ട്. അത് പോയിട്ട് ഈ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂം ഉണ്ട്. 3 അറ്റാച്ച്ഡ് ആണ്. താഴെ 1 ബെഡ്റൂം. മൊത്തം ഇത് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ്. വലിയ വീടാണ്. 2000 സ്ക്വയർ ഫീറ്റ് വീടാണിത്. നമുക്ക് ഈ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം വളരെ മനോഹരമായ ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ഈ സൈഡിലായിട്ട് ബാത്റൂം ഉണ്ട്. ബാത്റൂം എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ നമ്മൾ ഈ ചെറിയ ബാത്റൂം അല്ല, എല്ലാം വളരെ സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. അത് പോയിട്ട് എല്ലാ ചെറിയ കമ്പനീസ് ആണല്ലോ, എല്ലാ ബാത്റൂമിലും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തേക്കിലുള്ള അലമാരകളാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം വളരെ മനോഹരമായി. അതായത് താഴെ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവിടെ കാണാം വലിയൊരു ബെഡ്റൂമാണിത്. നമുക്ക് ഇതിൽ തന്നെ നമ്മൾ എല്ലാ ബെഡ്റൂമിലും അലമാര, എല്ലാ ഫിറ്റിങ്സ് എല്ലാ ബെഡ്റൂമിലും ഫിറ്റിങ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം തേക്കിന്റെ തടിയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ബാത്റൂമാണ്. ബാത്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറേറ കമ്പനിയാണ്. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം 10 വർഷം ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. 4ാമത്തെ ബെഡ്റൂമും നമ്മൾ ഓരോ ബെഡ്റൂം കാണുമ്പോഴും ചെറുതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എല്ലാ ബെഡ്റൂമും വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. അത് പോയിട്ട് എല്ലാ ബെഡ്റൂമിലും അലമാരയുണ്ട്. അലമാരയെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഈ നമ്മൾ മറ്റ് വുഡ് ചെയ്യുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം എല്ലാം ഈ ചെറിയ കുടുക്ക ബാത്റൂം അല്ല, വളരെ സ്പേസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമുക്ക് നിന്ന് കുളിക്കുവാനും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ. പിന്നെ മുകളിലത്തെ നിലയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തെ നിലയിൽ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാള് പോലെ ഇതിനകത്തുണ്ട്. അതായത് നമുക്കിവിടെ ഒരു TV വെച്ച് നമുക്ക് അവിടെ ഇരുന്ന് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കുവാനും മറ്റു 10 ആൾക്കാരെ കാണണമെങ്കിലും നമുക്ക് ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുകളിലോട്ട് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഭയങ്കര വെയിലാണ്, അതാണ്. എന്നാലും നമുക്ക് കാണാം. ഞാൻ ഈ വൈബ് എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളെ വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, അത് നമുക്കറിയാം. അത് വളരെ സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത് നമ്മളിപ്പോൾ എടുത്ത വീടെന്ന് പറയാം ഒരു വില്ല പോലത്തെ ഒരു സ്ഥലത്തുള്ള ഒരു വീടാണ് എടുത്തത്. അതായത് നമ്മുടെ നേരത്തേക്ക് വിളവൂർക്കൽ പഞ്ചായത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പേയാട് ഭാഗത്താണ് ഈ വീഡിയോ എടുത്തത്. എന്തായാലും നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ അടുത്ത വീഡിയോയിൽ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.